Hi guys! ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ഒരു സൂപ്പർ റെമഡിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന രീതിക്കാണ് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ കരിമങ്കലും നല്ല രീതിക്ക് ലൈറ്റൈൻ ചെയ്യാനായിട്ടും മാത്രമല്ല നമ്മുടെ സ്കിൻ കളർ തന്നെ ചേഞ്ച് ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ഓക്കെ. നമ്മളിത് മഞ്ഞൾ നിറാവുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മഞ്ഞളിൽ അങ്ങ് മാറ്റി വെച്ചേക്കുന്നത്. ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉപയോഗിച്ചാലായി. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ദിവസം ഉപയോഗിക്കാത്തവരെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. ആർക്കൊക്കെ ഇത് ഡെയിലി ഉപയോഗിക്കാം, ആർക്കിത് ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി വാങ്ങിയിട്ടുണ്ട്. പച്ചമരുന്ന് കടയിൽ പോയിട്ടാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. നമുക്ക് കറിക്ക് വെക്കേണ്ട മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഞാനിത് ഫേസിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ജസ്റ്റ് പച്ചമരുന്ന് കടയിൽ പോയിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഫേസിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മഞ്ഞൾപ്പൊടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല, നോർമൽ മഞ്ഞളായാലും കുഴപ്പമില്ല കേട്ടോ. അതെടുത്തിട്ട് ഒരു പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളതിനെ ചൂടാക്കുകയാണ്. ചൂടാക്കി നമ്മളത് നന്നായിട്ട് കറുപ്പിച്ച് കൊണ്ടുവരിക. കറുപ്പിച്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറായിട്ട് അങ്ങ് കൊണ്ടുവരണം. അതായത് മഞ്ഞളുടെ ചാർക്കോളാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടിനെ നമ്മൾ ചാർക്കോൾ പൗഡർ പോലെ അങ്ങ് കരിയിച്ച് കൊണ്ടുവരാം കേട്ടോ. കരിയിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല ഇത് കരിയിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് കരിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് കേട്ടോ. അപ്പോൾ കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നതിന് ശേഷം ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മഞ്ഞളുടെ കളർ തന്നെ ചേഞ്ച് ആയിട്ട് വരും. ആരും തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഞാനിതാ മഞ്ഞൾ നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം അങ്ങ് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിതങ്ങ് വേറൊരു ബോട്ടിലിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉപയോഗിക്കാം. ഈ ഒരു മഞ്ഞൾപ്പൊടിനെ പറ്റിയിട്ട് ഞാൻ വേറെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടും കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ഇന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള റോസ്റ്റഡ് മഞ്ഞൾ പൗഡർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈക്കും മുഖത്തിനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ, ഈ കാണുന്ന കുഞ്ഞു സ്പൂണിൽ 2 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും. എനിക്ക് അലർജി തന്നെയാണ് കേട്ടോ. ഞാനതെല്ലാം വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു കോഫി പൗഡർ ഉപയോഗിച്ച് അലർജി ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറ്റിയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഐ കാർഡിൽ കൊടുക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കോഫി പൗഡറാണ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ, അതായത് ആ ഒരു കുഞ്ഞു ടീസ്പൂണിൽ 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. അത്ര അങ്ങ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് കൂമ്പാരം പോലും നമ്മൾ കൂട്ടിയിട്ടില്ല. ജസ്റ്റ് ആ ഒരു സ്പൂണിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കോഫി പൗഡർ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കോഫി പൗഡറിൻ്റെ പകുതി പാക്ക്. ഇനി നമുക്ക് ഈ ഒരു കൂട്ടി മിക്സ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് തൈരോ പാലോ അല്ലെങ്കിൽ തേനോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്കിത് മൂന്നും ചേരില്ല, സ്കിന്നിന് അലർജി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കാവുന്നതാണ്. ഞാനിവിടെ കാച്ചാത്ത പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഞാനിവിടെ പാൽ ഉപയോഗിച്ചെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതേപടി അങ്ങെടുത്ത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഏതാണോ ചേരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് അത് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലും കയ്യിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളെല്ലാം റിമൂവ് ആക്കാനായിട്ടും നമ്മുടെ സ്കിൻ ടോണിൻ്റെ കളർ തന്നെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ടും ഈ ഒരു മഞ്ഞൾ നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. മഞ്ഞൾ മാത്രമല്ല, നമ്മളിതിനകത്തേക്ക് കോഫി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. കോഫി പൗഡറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, രണ്ടും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാനായിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു പാക്ക് നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 20-25 മിനിറ്റ് വരെ നമുക്കിത് വെക്കാം കേട്ടോ. ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും നമുക്കൊരു 20-25 മിനിറ്റ് വെക്കാം. എന്നതിന് ശേഷം ഇതുപോലെ വെള്ളം നനച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് കഴുകി കളയാനായിട്ട്. കഴുകുന്ന സമയത്ത് ചെറിയൊരു രീതിക്ക് സ്ക്രബ് കൊടുക്കുക കേട്ടോ. നന്നായിട്ടിട്ടൊന്നും അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമുക്കിത് കഴുകി വരാവുന്നതാണ്. അപ്പോൾ കഴുകുമ്പോൾ തന്നെ കണ്ടല്ലോ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് എനിക്ക് നല്ല രീതിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊന്നും എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല.
ഞാനിത് നമ്മുടെ പുറത്ത് പോയിട്ട് ആ ഒരു വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റിൽ ഞാൻ അങ്ങ് കാണിച്ചു തരാം. പുറത്തുള്ള ആ ഒരു സൂര്യൻ്റെ ആ ഒരു ലൈറ്റിൽ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ നല്ല രീതിക്ക് ആ ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് 3 തവണയായിട്ടോ അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പതുക്കെ വേണം ഇത് കഴുകിക്കളയാനായിട്ട്. അതല്ല ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് ചെറിയ രീതിക്ക് സ്ക്രബൊക്കെ കൊടുത്തിട്ട് കഴുകാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ ഞാൻ ആ ലൈറ്റ്സൊക്കെ അവിടെ നിന്നെല്ലാം മാറിയിട്ട് പുറത്ത് വന്നിപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ എത്രമാത്രം ഇപ്പോൾ കളർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് കണ്ടല്ലോ നമ്മൾ 2 രീതിക്ക്, ഒന്ന് ലൈറ്റ്സിൻ്റെ ചോട്ടിലും മറ്റൊന്നും ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ പുറത്ത് പോയിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ. ഒരു തവണ ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു സ്കിൻ പ്രോബ്ലം എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിൻ നാൾക്ക് നാൾ ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് തന്നെ നിറം വെച്ച് തുടങ്ങും. മാത്രമല്ല നമ്മൾ ഇത് നല്ല ഏതൊരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ലൊരു ജെല്ലോ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഷിയ ബട്ടർ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫേസ് മോയ്സ്ചറൈസറിനോട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ കേട്ടോ. സോപ്പൊന്നും ഉപയോഗിക്കരുത്. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.